ഈ ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം എൻ്റെ അമ്മയ്ക്ക് ഒരു ക്യാൻസർ രോഗം പിടിപെട്ടിരുന്നു. അതിനുശേഷം ഒരു 27 റേഡിയേഷനും 5 കീമോ ഒക്കെ ചെയ്ത് നിൽക്കുമ്പോഴാണ് തലശ്ശേരി ക്യാൻസർ സെന്ററിലായിരുന്നു ചികിത്സ. ഒരു 1.5 മാസത്തോളം തലശ്ശേരി ക്യാൻസർ സെന്ററിൽ നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്നു. അതിനു ശേഷമാണ് അമ്മയ്ക്ക് സോഡിയം കുറവുള്ള വിഷയവും, അങ്ങനെ അമ്മയുടെ മുടികളൊക്കെ കൊയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകനായ ഒരു അശോകട്ടൻ ഇങ്ങനെ ഒരു ഉൽപ്പന്നമുണ്ട്, ഒരു ആയുഷിൻ്റെതാണ് ഒക്കെ പറഞ്ഞ്. അതിനുശേഷം ഞാൻ നമ്മൾ ലീഡറോടും അശോകട്ടനോടും വീട്ടിൽ വരാൻ പറഞ്ഞു. അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ഇത് ഒരു നല്ലൊരു ആരോഗ്യത്തോടു കൂടി അമ്മയെ കൊണ്ടുപോകുന്നില്ലായിരുന്നു. അത് മാത്രമല്ല, 20 റേഡിയേഷൻ കീമോ ചെയ്തിട്ട് നല്ല ഒരു ആരോഗ്യസ്ഥിതി വളരെ ഡേഞ്ചർ ഒരു സീരിയസ് നിൽക്കുമ്പോഴാണ് 4 സ്റ്റേജിൽ നിന്ന് മാറിയിട്ട് 5 സ്റ്റേജിലേക്ക് കടക്കുന്ന ക്യാൻസർ. നമ്മുടെ സജി സാറും അശോകനും വന്നിട്ട് അതിനെപ്പറ്റി ഒരു മണിക്കൂറോളം ഉൽപ്പന്നത്തെ പറ്റിയൊക്കെ പറഞ്ഞ്, അതിനുശേഷം അതിന്റെ പ്ലാനൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ പ്ലാനൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, അമ്മക്കുള്ള ഉൽപ്പന്നത്തെ പറ്റിയാണ് നിങ്ങൾ പറയേണ്ട ആവശ്യമുള്ളൂ. ആ ഉൽപ്പന്നം ഒന്ന് 95 ആയിരുന്നു, സ്പൈനൽ ഗോൾഡ്. സാധനം കൊടുത്തതിന് ശേഷം അമ്മക്ക് നല്ല റിസൾട്ട് വന്നു. ഒരു മാസത്തിലുള്ള അമ്മക്ക് റിസൾട്ട് വരാൻ തുടങ്ങി. റിസൾട്ട് വന്നതിന് ശേഷം ഇതിനെപ്പറ്റി കൂടുതലൊന്ന് പഠിക്കാൻ തുടങ്ങി. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോ 96-ലായിരുന്നു ഈ ക്യാൻസർ ആയിട്ട് എനിക്ക് ഓപ്പറേഷൻ ഒക്കെ ചെയ്തത്. 17 വർഷം വരെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ കീമോ റേഡിയേഷൻ ഇതെല്ലാം ചെയ്തതുകൊണ്ട് 17 വർഷം കഴിഞ്ഞപ്പോൾ യൂറിൻ പാസ് ചെയ്യാനായിട്ടൊക്കെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എറണാകുളത്തുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും പോയി. ഏറ്റവും വലിയ ഹോസ്പിറ്റലാണല്ലോ ആസ്റ്റർ, അമൃത, റിനെ, ബിസി, ലൂർദ്, എല്ലായിടത്തും പോയെങ്കിലും അവിടെ ഒന്നും ഒരു ചികിത്സ ഇനി ഇതിനെ സംബന്ധിച്ചില്ല, മൂത്രനാളി ചുരുങ്ങിപ്പോയി എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി മരണം വരെ ഞാൻ ഇങ്ങനെ നരകയാതന അനുഭവിച്ച് ജീവിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഓപ്ഷൻ പറഞ്ഞത് കവളത്തുനിന്ന് മാംസം എടുത്ത് മൂത്രനാളിൽ വെച്ച് ഒരു ഓപ്പറേഷൻ ചെയ്യാം, പക്ഷെ അത് സക്സസ് ആകുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മാഡം എനിക്കിത് കൊണ്ടുവന്ന് തരികയും ഞാൻ അത് ഉപയോഗിച്ചപ്പോൾ 20 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ യൂറിൻ സാധാരണഗതിയിൽ പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതുപോലെ വളരെയധികം വേദനകൾ അനുഭവിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ടാവും. അപ്പൊ അവർക്കും ഇതുപോലെ ഒരു നല്ല ചികിത്സ കിട്ടാതെ പണം ഉണ്ടാവും, എന്നാൽ അവർക്കൊരു നേട്ടം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഇറങ്ങിയാണ് ചെയ്തത്. വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി തന്നെയാണ് ഞാൻ ഓരോ ദിവസവും ഈ കാര്യത്തിൽ ഏർപ്പെടുന്നത്. ഒക്ടോബറിലായിരുന്നു അച്ഛനെ പെട്ടെന്ന് ഒരു അസുഖം വന്നത്, ബ്ലഡ് വൊമിറ്റ് ചെയ്യുക. പിന്നെ അച്ഛൻ്റെ ഓക്സിജന്റെ കൗണ്ടൊക്കെ വളരെ കുറഞ്ഞ് നമ്മളെ കണ്ണൂർ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ വെന്റിലേറ്ററിലായിരുന്നു. അവിടുന്ന് ഡോക്ടർക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്താ അസുഖം എന്നുള്ളത്. അവർ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും കാണിക്കാൻ വേണ്ടി പറഞ്ഞത്. നമ്മൾ നേരെ മംഗലാപുരം AJ ഹോസ്പിറ്റലിൽ പോയി. AJന്ന് അവർ നേരെ അച്ഛനെ അവിടെ നിന്ന് വിട്ടു. എന്താന്ന് അവർക്കൊരു മനസ്സിലാവുന്നുണ്ട്. അവര് ഹെഗ്ഡെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അപ്പൊ അവിടുന്ന് അവര് 95% അച്ഛന് ക്യാൻസർ എന്നാണ് പറഞ്ഞത്. അപ്പോ അവിടെ നിന്ന് നമ്മള് ഇവരെന്താ ചെയ്തു, ബ്രോങ്കോസ്കോപ്പി ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം അവര് ബയോപ്സി എടുത്തു. ബയോപ്സി എടുത്തതിന് അവര് അച്ഛന് ക്യാൻസർ എന്നുള്ള ഒറ്റ ഇതാണ് ഡോക്ടർ അച്ഛനിൽ കണ്ടത്. പക്ഷെ റിസൾട്ട് വരുമ്പോൾ അച്ഛൻ നെഗറ്റീവ് ആയിരുന്നു. ആ സമയത്ത് നമ്മളെ ദൈവത്തിനെ വിളിച്ച വിളി അതെനിക്കും എൻ്റെ കുടുംബത്തിനും നമ്മളെ രാജേഷ് കുടാൽ സാറിനൊക്കെ അറിയുള്ളൂ. അപ്പോ ആ ഒരു സമയം ഇന്നും ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വിശ്വസിക്കുന്നത് നമ്മൾ ഇന്ന് അച്ഛനെ ഒരു അസുഖം ഇല്ലാണ്ടിരിക്കാൻ കാരണം ആ 95 ഒരു ഗുണം കൊണ്ട് മാത്രമാണ്. കാരണം എല്ലാവരും ക്യാൻസറിന് വിധി എഴുതിയ ആ ഒരു കാര്യം അച്ഛൻ ഇന്ന് ഇല്ലാണ്ടിരുന്നത് ആ 95 കുടിച്ചുകൊണ്ട് മാത്രമാണെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് അച്ഛനും അമ്മ എൻ്റെ കൂടെ കട്ടക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അച്ഛനും അമ്മയും ഇപ്പൊ എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. 95 എന്നുള്ള പ്രോഡക്റ്റ് ക്യാൻസറിനെ പ്രതിരോധിക്കും എന്നുള്ളത് കേട്ടപ്പോൾ ഞാനത് മനസ്സിൽ വെച്ചു. ആ സമയത്തായിരുന്നു എൻ്റെ ഉമ്മയ്ക്ക് ബ്രസ്റ്റിൽ ഒരു മുഴ ഉണ്ട് എന്നാണ് അറിഞ്ഞിരുന്നത്. ബ്രസ്റ്റിൽ മുഴ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നതിൽ നമുക്ക് ബയോപ്സിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 2 മാസത്തിലേറെ ഉണ്ടെന്ന് കേട്ട സ്ഥിതിക്ക് ഞാൻ ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കും ഈ 95 എന്നുള്ളത് അറിഞ്ഞപ്പോ ഉമ്മയ്ക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ സ്ഥിരീകരിക്കാൻ 2 മാസം സമയം എടുത്തു.
പക്ഷെ ഞാൻ ഈ 95 കുറിച്ച് അറിഞ്ഞപ്പോ തന്നെ, അത് അറിഞ്ഞതിന് ശേഷമാണ് 2 മാസം സമയം എടുത്തത്. അപ്പൊ 95 കുറിച്ച് അറിഞ്ഞപ്പോ തന്നെ ഞാൻ എന്തായാലും വേണ്ടില്ല, ക്യാൻസറിനെ പ്രതിരോധിക്കല്ലോ, എന്റെ ഉമ്മല്ലേ, പ്രതിരോധിക്കാൻ ശേഷിയുണ്ടെങ്കിൽ പിന്നെന്താ, ഇത്രയും ആളുകൾക്ക് ഉപയോഗിക്കുന്നതല്ലേ, എന്നാ വാങ്ങിക്കൊടുത്തേക്ക് വെച്ചിട്ട് ഞാനത് ഉമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തു. ഉമ്മ 2 മാസത്തോളം ഉപയോഗിച്ചു. അതിന് ശേഷമാണ് ഇത് ക്യാൻസർ ആണ് സ്ഥിരീകരിച്ചു. ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതും കീമോ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞത്. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോ വീട്ടിലെ എല്ലാവരും നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ വിചാരിക്കുക, ആരെങ്കിലും ഞാനൊരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നതാണോ അവർക്ക് വിശ്വാസം ഉണ്ടായിരിക്കാറോ, ഡോക്ടർ പറയുന്നതാണോ വിശ്വാസം ഉണ്ടായിരിക്കുക. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ ഈ 95 കൊടുക്കുന്നത് അവർക്ക് ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ആവശ്യമില്ല. പക്ഷെ എന്റെ ഉമ്മ, ഞാൻ പറയുന്നത് എന്റെ ഉമ്മയ്ക്ക് വിശ്വാസമായിരുന്നു. ഉമ്മ അവരറിയാതെ രഹസ്യമായിട്ടാണ് കഴിച്ചിരുന്നത്, മറ്റുള്ളവരറിയാതെ. അൽഹംദുലില്ലാ, പടച്ചവന്റെ കാരുണ്യം കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും നമ്മളെ ക്യാൻസർ സെല്ലുകൾ പെട്ടെന്ന് പടരുന്ന ഒരു ആണല്ലോ, വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പടർന്നുകൊണ്ടിരിക്കും. പക്ഷെ ബ്രസ്റ്റിലെ ക്യാൻസർ പെട്ടെന്ന് പടരുക കക്ഷത്തിലേക്കാണ്. കക്ഷത്തിലെ ഒരു മുഴ കഴലയിലേക്കാണ് പടർന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മള് ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം കഴലകൾ എടുത്തിട്ട് ടെസ്റ്റിനൊക്കെ അയച്ചു. അങ്ങോട്ടൊക്കെ പടർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കീമോ ചെയ്യേണ്ടി വരും. റേഡിയേഷൻ കീമോ ഒക്കെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. പക്ഷെ അൽഹംദുലില്ലാ, നമ്മുടെ ക്യാൻസർ സെല്ലുകളെ തടയാതെ 95 അതിനെ പ്രതിരോധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉമ്മക്ക് കീമോയുടെ ആവശ്യം വന്നില്ല. അങ്ങോട്ട് കക്ഷത്തിലേക്കൊന്നും ഈ ക്യാൻസർ പടർന്നിട്ടില്ല. അവിടെ സ്റ്റക്ക് ആയിരിക്കുന്നു. ഡോക്ടർക്ക് തന്നെ അത്ഭുതമാണ്. ഡോക്ടർ പറയാം, ഉമ്മയുടെ ഭാഗ്യാണ്, ഉമ്മാനേക്കാളും സ്റ്റേജ് കുറഞ്ഞ ആളുകൾക്കൊക്കെ കീമോ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉമ്മയുടെയും ഭാഗ്യാണ്. ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഒരു 3 മാസം വെച്ചാൽ ഒരു വർഷത്തില് 3-4 95 ഇപ്പോഴും ഉമ്മ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത്, വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. അൽഹംദുലില്ലാ, പടച്ചവന്റെ കാരുണ്യം കൊണ്ട് 95 ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ സുഹൃത്ത്, എൻ്റെ കൂടെ പഠിച്ച ഒരു പയ്യൻ, അവന് ക്യാൻസർ ഉണ്ടായിരുന്നു, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അപ്പൊ ക്യാൻസറായിട്ട് അവന് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നമ്മള് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, സ്കൂൾ ഗ്രൂപ്പ്, അതിനകത്തൊക്കെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് കാര്യങ്ങളാണ് നമ്മള് ടീമായിട്ട് അവർക്ക് അവരെ ചികിത്സയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. ഞാൻ ഒരു ദിവസം ഈ 95 കുറിച്ചിന്റെ റിസൾട്ട് ഉണ്ടപ്പോ ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടടാ 95 എന്ന് പറഞ്ഞിട്ട്, നീ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കെന്ന് പറഞ്ഞു. അപ്പൊ അവന് പറഞ്ഞേ, എനിക്കത് വിശ്വസിക്കാൻ, എനിക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ, നീ എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്ക്, എന്റെ ഉമ്മയുടെ റിസൾട്ട് ആണ്. അപ്പൊ പറഞ്ഞു, എനിക്കിത് വാങ്ങിക്കാനുള്ള സാമ്പത്തികം ഇല്ലാന്ന് എനിക്കറിയാലോ പറഞ്ഞപ്പോ, നീ ഒന്നും സാമ്പത്തികമായിട്ടൊന്നും അല്ല നമ്മുടെ പ്രശ്നം, നീ ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്, ഇത് ഞാൻ നിനക്ക് തരുന്ന ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു. അവനിത് ഉപയോഗിച്ചു തുടങ്ങി. അവന് HP, ഈ കീമോ കഴിഞ്ഞതിന് ശേഷം HB വളരെ കുറവായിരുന്നു. പിന്നെ മലമൂത്രം കറക്റ്റായിട്ട് പോയിരുന്നില്ല, ശരിക്കും ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല, നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനത്തെ ഭയങ്കര പ്രയാസങ്ങളായിരുന്നു. ഒന്നരാടം ചുമ വരിക, പനി വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അതിന്റെ പ്രയാസങ്ങൾ അവന് അനുഭവിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ അത്രയും പ്രയാസങ്ങൾ അവനെ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവനെ ഡോക്ടറും റെക്കമെൻഡ് ചെയ്ത് കഴിച്ചോളാൻ പറഞ്ഞത്. അവനത് കഴിച്ചപ്പോ ഇത്ര സംഭവങ്ങൾക്കൊക്കെ അവന് മാറ്റങ്ങൾ വന്നു. HB വളരെയായിട്ട് കൂടി, മലമൂത്രം കറക്റ്റായിട്ട്, ആ പ്രയാസങ്ങളൊക്കെ മാറി, ഭക്ഷണം കഴിക്കാനൊക്കെ സാധിച്ചപ്പോ അവന് ഉറക്ക ഗുളിക ഇല്ലാതെ തന്നെ ഉറങ്ങാൻ സാധിച്ചു. ഈ ഒരൊറ്റ 95 എന്നുള്ള പ്രോഡക്റ്റ് കൊണ്ട് 3 ഗുളികകളാണ് അവന് നിർത്താൻ സാധിച്ചത്. എല്ലാ ഡോക്ടർമാരും ചിലപ്പോൾ ഇത് റെക്കമെൻഡ് ചെയ്തോളണമെന്നില്ല. കാരണം അലോപ്പതിയും ആയുർവേദവും തമ്മിൽ അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും റെക്കമെൻഡ് ചെയ്തോളണമെന്നില്ല. പക്ഷെ നല്ല ഡോക്ടേഴ്സ് ഇതിന്റെ ഗുണങ്ങൾ അറിയുന്ന ആളുകൾ തീർച്ചയായിട്ടും ആളുകൾക്ക് അസുഖങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ റെക്കമെൻഡ് ചെയ്യും. അപ്പൊ ഈ ഒരൊറ്റ പ്രോഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ അവന് 3 ഗുളിക നിർത്താൻ അവൻ നല്ല എനർജറ്റിക് ആയിട്ട് മാറി. അവനുണ്ടായിരുന്ന ആ ക്ഷീണം, ഒരു പൊതളിച്ച ശരീരപ്രകൃതമൊക്കെ മാറി അവന് ഒരു നല്ല രീതിയിലേക്ക് വന്നപ്പോ ഞാൻ വളരെ ഹാപ്പി. എനിക്ക് എന്റെ ഉമ്മയ്ക്കുള്ള അനുഭവങ്ങളും അവനുണ്ടായ അനുഭവങ്ങളും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ വളരെ സന്തോഷത്തിലായി മാറി. സന്തോഷം എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, അത്രയും സന്തോഷത്തിലായി പോയി. അതുപോലെ തന്നെ ഞാൻ ഈ പ്രൊഡക്റ്റ് സനു സാർ കൊണ്ടു തന്നപ്പോ അച്ഛന് ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു അച്ഛൻ.
അച്ഛന് കീമോ ചെയ്തിട്ടും റേഡിയേഷൻ ചെയ്തിട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കിടന്നിടത്തുനിന്ന് വരെ എണീച്ചു കൂടാത്തൊരവസ്ഥയിലായിരുന്നു അന്നുള്ളത്. അങ്ങനെ ഏതാ പ്രൊഡക്റ്റ് വേണ്ടതെന്ന് വെച്ച് ഞാൻ ചോദിച്ചവരോട് അച്ഛന് കൊടുക്കാനുള്ള പ്രൊഡക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞ 95 ഉണ്ടെന്ന്. ഇത് 4.5% ലാസ്റ്റ് സ്റ്റേജിലാണ് ഞാനിത് അറിയുന്നത്. അങ്ങനെ 4.5% ആയതിനു ശേഷം ഞാൻ RCC പോയി അവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കട്ട് ചെയ്താല് ഇനി കിടന്നിട്ടിലായി പോകും, അതുകൊണ്ട് ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 95 എന്ന പ്രൊഡക്റ്റ് അച്ഛന് കൊടുത്തു. അച്ഛൻ എണീക്കിച്ച് കൂടാ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ 95 കൊടുത്തതിന് ശേഷം അച്ഛൻ 10 ദിവസം കൊണ്ട് അച്ഛൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അത്ര എനർജി ഉള്ളൊരു നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക് ആണ്. ഈ ബിസിനസ്സിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ള ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസ് ആണ് എന്നെ ഈ ബിസിനസ്സിലോട്ട് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. അദ്ദേഹം 96% നട്ടെല്ലും മജ്ജലും ക്യാൻസർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും ഇതിന് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്തു. മൈക്ക് പിടിച്ച് വേദിയിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ടായി. കാരണം ഇത്രയൊക്കെ നല്ല പ്രൊഡക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ ഉണ്ടായി. അങ്ങനെ ആ മീറ്റിംഗ് കഴിഞ്ഞ സമയത്ത് പുള്ളിനെ പരിചയപ്പെടുകയും കാര്യങ്ങൾ ചോദിക്കുകയും നിങ്ങൾ യഥാർത്ഥമാണോ വിളിച്ചു പറയുന്നത് എന്ന് ചോദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പുള്ളി പരിചയപ്പെട്ടു. അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ പരിചയപ്പെട്ടു. പുള്ളിയെ മാത്രമല്ല ഒരുപാട് ആൾക്കാർ അവിടെ പരിചയപ്പെട്ട സമയത്ത് ഇത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുക്കുകയും അതൊക്കെ കേട്ട സമയത്ത് ഈ പ്രൊഡക്റ്റ് കൊള്ളാം എന്നുള്ളൊരു ചിന്തയിൽ കുറെ പ്രൊഡക്റ്റുകൾ ഞാൻ ഉപയോഗിക്കുകയും ആ ഉപയോഗിച്ച പ്രൊഡക്റ്റ് നമ്മുടെ ലിവഗെയിൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഉപയോഗിച്ചത്. അത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ലൊരു വ്യത്യാസം, ഗ്യാസ് അസിഡിറ്റിക്കൊക്കെ നല്ല വ്യത്യാസം വന്ന സമയത്ത് പതുക്കെ ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ജോലിയുടെ കൂടെ ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ അലോപ്പതി ഡോക്ടേഴ്സിനൊക്കെ എന്റെ ടീമിൽ നിന്ന് പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിലുള്ള ഒരു ഡോക്ടർക്ക് നമ്മൾ 95 കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാസം 19 95 കൊടുത്തു കഴിഞ്ഞു. അതെങ്ങനെയാ വെച്ചാൽ പേരാമ്പ്ര ആണ് എന്റെ ഓർഗ് 1 നല്ല ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്റെ DTC ലീഡറായിട്ടുള്ള മുനീറ മാഡം അവരെ വീട്ടിനടുത്തുള്ള ജുമേലി എന്ന് പറയുന്ന ഒരു ലേഡിക്ക് 95 കൊടുത്ത് ക്യാൻസറിന് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകത ഉള്ള കാര്യങ്ങൾ അല്ലെ ആയുർവേദ ട്രീറ്റ്മെന്റ് നടത്തിയോ എന്ന് ചോദിച്ച സമയത്ത് 95ന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആളെ ഉമ്മക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട്. അതേപോലെ അവരെ 1-2 പേഷ്യൻസിനൊക്കെ നമ്മളെ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല റിസൾട്ട് ആണ് ഈ ഒരു പ്രൊഡക്റ്റിലൊക്കെ വരുന്നത്. പിന്നെ ഒരു ക്യാൻസർ രോഗിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാന്. അവർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിട്ടാ കൊടുത്തത്. അപ്പൊ പിന്നെ 3 മാസം അവര് കണ്ടിന്യൂ ചെയ്ത് പിന്നെ അവര് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ക്യാൻസറിന്റെ സെല്ലുകൾ ശരീരത്തിൽ ഇല്ലാന്ന്, നശിച്ചു പോയി എന്ന് പറഞ്ഞ്. ഇതെന്താ സംഭവിച്ചതെന്ന്. ഏതായാലും ഇപ്പൊ അവര് പണിക്കൊക്കെ പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നവും. നല്ല റിസൾട്ട് തന്നെയാണ് 95 കൊണ്ട് കിട്ടിയത്. നമ്മളെ വീടിന്റെ അടുത്ത് പാവം മെനിയാന്ന് മരിച്ചു. അവർക്ക് ക്യാൻസർ ആയിരുന്നു. അവർക്ക് അധികമാക്കി പോയായിരുന്നു. അവർക്ക് 95 കൊടുത്തപ്പോൾ കീമോ ചെയ്തിട്ടും റേഡിയേഷൻ ചെയ്തിട്ടും പിന്നെ തലമുടി കൊഴിയ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നില്ല. ക്ഷീണോ മുടി കൊഴിച്ചിലൊന്നും വന്നില്ല. പിന്നെ 95 അവര് കുടിക്കല് നിർത്തിയപ്പാണ് പിന്നെ ഇപ്പൊ പറ്റാവശനായി. ഇപ്പൊ മെനിയാന്ന് മരിച്ചു. എൻ്റെ പേര് ഷൈനി ആൻഡോ. ഞാൻ മീനങ്ങാടിയിലാണ്. നമ്മുടെ മെയിൽ ലൈഫ് സ്റ്റൈൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങൾ കൊടുത്ത പ്രൊഡക്റ്റുകളിൽ 95 അതുപോലെ കവചപ്രാശം അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഞാൻ സുമ ടീച്ചറിൻ്റെ അടുത്താണുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും സുമ ടീച്ചർ പറയും. ഞാൻ മീനങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ UP വിഭാഗത്തിൽ അധ്യാപികയാണ്. 2018 എനിക്ക് ക്യാൻസറായി. ഞാനൊരു 8 കീമോയോളം ചെയ്തു. 16 റേഡിയേഷനും കഴിഞ്ഞിരിക്കുകയായിരുന്നു. എന്നോട് കുറേ ആൾക്കാർ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടും ഞാനത് വാങ്ങി എനിക്കങ്ങനെ കഴിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് ഓർത്തിട്ട് വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഞാൻ പഠിപ്പിക്കുന്നൊരു കുട്ടിയുടെ അമ്മയാണ് ഈ ഷൈനി മാഡം. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഫോണിലൂടെയാണല്ലോ ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇവരെ പരിചയപ്പെടുകയും മേഡത്തെ പരിചയപ്പെടുകയും മേഡം ഒരു ദിവസം ഈ പ്രൊഡക്റ്റ് എനിക്ക് പരിചയപ്പെടുത്തി തരികയും അങ്ങനെ ഞാനൊരു ബോട്ടിൽ വാങ്ങിച്ച് ഉപയോഗിച്ചു. ശരിക്കും കീമോ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഈ ഞരമ്പുകളൊക്കെ ഇങ്ങനെ കറുത്തിരിക്കുകയായിരുന്നു. കീമോയുടെ മരുന്ന് കയറിയിട്ട് ബൾജായിട്ട് ഇതൊക്കെ കറുത്ത ആ കരിപാളിപ്പം. അപ്പം ഞാൻ ഡോക്ടറോട് ഒരു ദിവസം ചോദിച്ചു, ഇങ്ങനെ ചെക്കപ്പിന് പോയപ്പോൾ ഇതെപ്പോഴാണ് കുറയാന്ന് ചോദിച്ചു. ഒരു 6 മാസം കഴിയുമ്പോൾ കുറയുമെന്ന് പറഞ്ഞു. പക്ഷെ 6 മാസം കഴിഞ്ഞിട്ടും ആ ബൾജായിരുന്ന കറുത്ത ഭാഗങ്ങളൊന്നും പോയിട്ടില്ലായിരുന്നേ. പക്ഷെ ഞാൻ ഈ 95 1 മാസം ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ കയ്യിൻ്റെ ആ കറുപ്പൊക്കെ പോയി.
ഈ ഞരമ്പൊക്കെ ഇവിടൊക്കെ ഇങ്ങനെ കറുത്തിരിക്കുകയായിരുന്നു, ഈ ഭാഗത്തൊക്കെ കറുത്തിരിക്കുകയാണ്. 16 കുപ്പി മരുന്ന് ഈ ഒറ്റ കൈയിലൂടെ കയറിയിട്ടുണ്ട്. അപ്പം അതിൻ്റെതായ എല്ലാ വിഷമങ്ങളും ഈ കൈക്കും എൻ്റെ ശരീരത്തിനും ഉണ്ടായിരുന്നു. ശരിക്കും നടക്കുമ്പോഴൊക്കെ കാലിനൊക്കെ ഒരു ഉറപ്പില്ലാത്ത പോലെയും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് കഴിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മെലിഞ്ഞിരുന്നു ശരിക്കും. അപ്പം ഞാൻ മേഡത്തോട് തന്നെ വിളിച്ചു പറഞ്ഞു, ഒരു ദിവസം നിങ്ങളുടെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇന്ന പോലത്തെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒരു ദിവസം നിങ്ങൾ നേരിട്ട് വന്ന് എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞു. മാഡം ശരിക്കും എന്നെ കാണാൻ വേണ്ടി വന്നു. ഇന്നിപ്പം ഞാൻ രണ്ടാമത് കവചപ്രാശം എന്ന മരുന്ന് രണ്ടാമതും ഞാൻ കൊണ്ടു തരണം എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ട് മാഡം വന്നതാണ്. അതുപോലെ കവചപ്രാശം എന്ന മരുന്ന് എനിക്ക് ശ്വാസം മുട്ടലിന് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതാണ്. ശ്വാസം മുട്ടൽ, തുമ്മൽ, ചുമ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആദ്യം ഈ കീമോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റു അസുഖങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. പിന്നെ മാസ്ക് ഉപയോഗിക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ്. എൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ കൊറോണ കാലഘട്ടത്തിലും അല്ലാതെയും ഞാൻ ഈ കീമോ കഴിഞ്ഞതിന് ശേഷം ഞാൻ എപ്പോഴും പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ഉപയോഗിക്കുമായിരുന്നു. കുട്ടിക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ ഞാൻ മാസ്ക് വെച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ മാസ്ക് ഉപയോഗിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിക്കാൻ തുടങ്ങിയത് ശ്വാസം മുട്ടൽ, ചുമ, തുമ്മൽ, ഇതൊക്കെ എനിക്ക് ബ്രോങ്കൈറ്റിസിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി. കഫം ശരിക്കും പറഞ്ഞ് നമുക്ക് വരാൻ തുടങ്ങി. അമ്മക്ക് ഈ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ക്യാൻസർ ആയിരുന്നു അമ്മയ്ക്ക്. അതിന് ഇപ്പൊ ഞങ്ങളൊരു 10-18 95 വയനാട് അനുബന്ധിച്ച് സ്പർലീനും മറ്റുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് ഇന്നലെ ഞങ്ങളൊന്ന് പോയി ടെസ്റ്റ് ചെയ്തു. സ്കാൻ ചെയ്തപ്പോ എല്ലാം നോർമൽ, കിഡ്നി നോർമൽ, ലിവർ നോർമൽ, പാൻക്രിയാസിൽ അങ്ങനെ ആ പ്രശ്നമേ കാണുന്നില്ല. പക്ഷെ 95ന്റെ ഗുണം അമ്മയ്ക്ക് കിട്ടിയത് ഒരു വലിയ ഗുണമാണ്. ഞങ്ങൾക്ക് അമ്മ തിരിച്ചു കിട്ടിയത് തന്നെയാണ്. ഞാൻ ഒരു തവണ അത് റിസൾട്ട് പറഞ്ഞതാണ്. എങ്കിലും 95 നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ പെങ്ങളെ മകള് ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ ഈ റിസൾട്ട് അവൾക്ക് അയച്ചു കൊടുത്തു. അപ്പൊ അവള് പറഞ്ഞ നിങ്ങളെ പ്രൊഡക്റ്റുകളൊക്കെ സൂപ്പറാണ് മാമ, അത് കൊടുത്തോളം കൊണ്ടു, ഒരു പേടിയും പേടിക്കണ്ട, ഇതിന്റെ റിസൾട്ടാണ് ഇപ്പൊ അമ്മമ്മ നമുക്ക് തിരിച്ചു കിട്ടിയതെന്ന് അവളോട് പറഞ്ഞത്. എന്റെ ജീവിതം മാറ്റിമറിച്ച ഒരു പ്രൊഡക്റ്റാണ് 95. അത് എൻ്റെ ഹസ്ബൻഡിന് പിന്നെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നം വന്നു. അപ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ ഒരു വേദന മാതിരിയായിരുന്നു. ആദ്യമൊക്കെ വയറ്റിൽ വേദനയായിരുന്നു. അപ്പോൾ ഒരു MBBS ഡോക്ടറെ കാണിച്ചു നാട്ടിലുള്ള. അപ്പോൾ അവർ ഗുളികയൊക്കെ കൊടുത്തവർ പറഞ്ഞു, നിങ്ങൾ എന്താണ് യൂറോളജി ഡോക്ടറെ കാണിക്കണം, ടെസ്റ്റ് ചെയ്യണം, എന്താ അങ്ങനെ വരാൻ സാധ്യത ഉണ്ട്, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അനിച്ച് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ പോയി ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ ഗുളികയൊക്കെ കൊടുത്തു. ഗുളിക എന്ന് വെച്ചാൽ 70 രൂപയോ അങ്ങനെ ഒരു ഗുളികയ്ക്ക്. അത് കഴിച്ചതിന് ശേഷം ഭയങ്കര ക്ഷീണമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ എന്താ ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ടോ, അങ്ങനെയാ എന്താ അത് കുറയാത്തതെന്നത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം പറഞ്ഞു, പിന്നെ റിസൾട്ട് കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ മൈത്ര ഹോസ്പിറ്റലിൽ വരണം, പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അവിടെ പോയി മരുമകനെയും കുട്ടിയും അവിടെ പോയി. പിന്നെ ബ്ലഡ് റിസൾട്ട് എന്താ വെച്ചാൽ ബയോപ്സി ടെസ്റ്റാണ്. അതിൻ്റെ റിസൾട്ട് അടുത്ത ആഴ്ച, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം നിങ്ങൾ, അപ്പോൾ റിസൾട്ട് തരാമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ മൂപ്പര് ഒരുങ്ങി പോന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡും കൂടെ പോയി. ക്യാൻസർ സെല്ലിൻ്റെ പ്രശ്നമുണ്ട്, അപ്പോൾ പിന്നെ ഇവിടെ ബോഡി സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞ അമ്മ. പിന്നെ അച്ഛന് പെട്ടെന്ന് സർജറി ചെയ്യണം, പിന്നെ ബോഡി സ്കാൻ ചെയ്യണം, ഇവിടെ ഇല്ല, നിങ്ങൾ രാജേന്ദ്ര ഹോസ്പിറ്റലിൽ പോയിട്ട് അത് ചെയ്താൽ മതി, ഇവിടെ 6000 രൂപ അങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു 50,000 രൂപയോളം ഞങ്ങളെ കയ്യിൽ നിന്ന് പോയിന്. അപ്പോൾ പിന്നെ അവിടെ പോയി പിന്നെ ബോഡി സ്കാനിങ് ചെയ്തു. അപ്പോൾ സ്കാനിങ് ചെയ്ത് കുറച്ച് 2 മണിക്കൂറൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ റിസൾട്ട് ഒക്കെ വന്നു. ക്യാൻസർ സെല്ലിൻ്റെ പ്രശ്നമുണ്ട്, ഇത് നെർവിനൊക്കെ ഉണ്ട്, പിന്നെ കഴുത്തിൻ്റെ മേലെ വരെ തലയ്ക്ക് വരച്ച് ഇടയ്ക്കൊക്കെ തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് നെർവിന് ഇങ്ങനെ ടിക്കിട്ട മാതിരി ഒരു നീല മഷീൻ്റെ ഒരു അടയാളം പോലെ. ഡോക്ടർ പറഞ്ഞത് കഴുത്ത് തിരിക്കാനൊന്നും ഇങ്ങനെ പാടില്ല. അപ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ ഈ നെർവ് പൊട്ടും. നമ്മളെ നെർവ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒരു ഉപയോഗശൂന്യമായ വസ്തുവായി നമ്മൾ മാറില്ലേ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ മുടക്കല്ലൂർ ഹോസ്പിറ്റലിൽ പോയി. അവിടെ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർഡ് രാമകൃഷ്ണൻ ഡോക്ടറാണ്. അപ്പോൾ മൂപ്പര റിസൾട്ടൊക്കെ കാണിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണം എന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ അതിൻ്റെ ഒരു പഴുപ്പ് മാതിരിയുണ്ട്, അപ്പോൾ അതെടുത്ത് കളയണം എന്ന ശേഷം. അപ്പോൾ കുറേ ഗുളികയൊക്കെ കൊടുത്തു. അപ്പോഴത്തേക്ക് കുറേ ഗുളികയൊക്കെ കഴിച്ചിട്ട് മൂപ്പര് ഭയങ്കര ക്ഷീണമൊക്കെയാണ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കാണിച്ചതിന് ശേഷം അപ്പം അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു അനസ്തേഷ്യൻ ഡോക്ടറെ കാണിക്ക്, പെട്ടെന്ന് നമുക്ക് സർജറി ചെയ്യാമെന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ഒരു ചൊവ്വാഴ്ച കാണിച്ച അടുത്ത ചൊവ്വാഴ്ച ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി. അതിന് ശേഷം അവിടെ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു. ചുട്ടു തിന്ന ഒരു അണ്ടിയില്ലേ, അങ്ങനത്തെ ഒരു സാധനമാണ് എനിക്കെടുത്ത് ഡോക്ടർ അന്നേരം തന്നെ കാണിച്ചു തന്നെ. പക്ഷെ അതിന് ഒരു പഴുപ്പ് വന്ന മാതിരിയുണ്ട്. ഈ പഴുപ്പ് മൂപ്പര് ശരീരത്തിൽ മുഴുവൻ അതിന്റെ എന്താ വെച്ചാൽ അതിന്റെ സൈഡ് എഫക്റ്റ് ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുക. ആ ഇംഗ്ലീഷ് ഗുളിക കഴിച്ചിട്ടൊന്നും ഒരു മാറ്റവും ഇതിന് വന്നിട്ടില്ല. ഈ PSA എന്ന് പറഞ്ഞ ടെസ്റ്റ് 150 നോക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വന്നു ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു, മൂപ്പരോട് പറഞ്ഞു നമ്മള് ഗുളികയൊക്കെ അന്ന് തന്നിന്. നാട്ടിൽ വന്നു എന്നതിന് ശേഷം ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മള് 95 പ്രോഡക്റ്റ് ഉണ്ട്, നമുക്ക് മേടിച്ചിട്ട് അത് കഴിച്ചു നോക്കണം, നല്ല റിസൾട്ട്. അപ്പൊ മോളോട് പറഞ്ഞു ഓക്കെ നല്ല പ്രൊഡക്റ്റ് ആണ്, ആന്റി ഓക്സിഡന്റ്. അവർക്ക് അതിനെപ്പറ്റി അവൾ ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് അവൾക്കാണ് ഞാൻ റിസൾട്ട് ഒക്കെ ഇട്ട് കൊടുത്തത്. എന്റെ മകള് ആയുർവേദ ഡോക്ടർ ആണെങ്കിൽ പോലും അവള് തന്നാൽ പോലും ഞാനിത് കഴിക്കില്ല. എന്ന് വെച്ചാൽ ഞാൻ മൈ ലൈഫിൽ വന്നിട്ട് ഇതിൽ ലീഡേഴ്സും ഓരോ റിസൾട്ട് ബെന്നിസാറ് പറയുന്നൊക്കെ റിസൾട്ടും അതൊക്കെ കൊണ്ടാണ് ഈ പ്രൊഡക്റ്റിന് എനിക്ക് അത്ര വിശ്വാസം. അപ്പോൾ 150 എന്ന് പറഞ്ഞ ഈ ടെസ്റ്റിന്റെ ഒരു മാറ്റവും ഇല്ല. അപ്പൊ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് ആയും ശരി ഞങ്ങൾക്ക് പരിചയമുള്ള ലേബാണ്. അപ്പൊ അവരെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പ്രോബയോട്ടിക് പിന്നെ 95 ഇത് 2 പ്രൊഡക്റ്റ് ഒരു ബോക്സ് ഞങ്ങൾ മേടിച്ച് പിന്നെ ഓരോ സിപ്പപ്പ് വെച്ചിട്ടാണ് കഴിച്ചത്. രാവിലെ തണുത്ത വെള്ളത്തിൽ കാച്ചി തണിഞ്ഞ വെള്ളത്തിൽ പിന്നെ ഒരു 1/2 ഗ്ലാസിന്റെ മേലെ വെള്ളവും ഒരു സിപ്പപ്പ് പൊട്ടിച്ച് അത് കഴിച്ച് കുറെ കഴിച്ചതിന് ശേഷം ഒരു 10 ക്ഷീണമൊക്കെ. പിന്നെ ഗുളികയൊന്നും ഓരോ ഗുളിക മാത്രമേ ഫുള്ള് ഗുളികയൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. 3 ജാതി ഗുളികയൊക്കെ ഉണ്ട്, അതൊന്നും മേടിച്ചിട്ടില്ല. ഒരു ഗുളിക മേടിച്ചിട്ട് വെച്ചാൽ മൂത്രത്തിന്റെ പ്രശ്നം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ മേടിച്ച് അതും കഴിച്ചു. ഇംഗ്ലീഷ് ഗുളിക കഴിക്കുമ്പോൾ ഇത് രാവിലെ എഴുന്നേറ്റ ഉടനെ കൊടുക്കും. അപ്പൊ അതിന് ശേഷം കുറേ മാറ്റം വന്നു. പിന്നെ എന്നതിന് ശേഷം 1 മാസം അത് കഴിഞ്ഞതിന് ശേഷം ലേബിൽ പോയി ടെസ്റ്റ് ചെയ്തു. അപ്പൊ 130. അപ്പൊ അവര് ചോദിച്ചു എന്താ പലട്ട് ഇങ്ങനെ നല്ല മാറ്റം ഉണ്ടല്ലോ ഇപ്പൊ ഗുളിക എന്ന് പറഞ്ഞ്. ഞാനിപ്പോ ആയുർവേദ പ്രൊഡക്റ്റ് കഴിക്കുന്നുണ്ട്, ഇന്നെ വെൽനസ് പ്രൊഡക്റ്റ് ആന്നൊക്കെ പറഞ്ഞു അവരോട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ മേടിച്ചു ഒരു ബോക്സ് 95 പിന്നെ പ്രോബയോട്ടിക്. 2ാമത്തെ പ്രാവശ്യവും കഴിച്ചു. അപ്പൊ അങ്ങനെയാകുമ്പോ 110 വന്നു. അപ്പോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും മേടിച്ചു 3 ബോക്സ് ഫുള്ള്. സത്യം പറയാൻ വെച്ചാൽ 3 ബോക്സ് മൂപ്പര് കഴിക്കുമ്പോഴത്തേക്ക് 3.7 നല്ല സൂപ്പർ റിസൾട്ട് ആയി. 3.7 ആയി, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ കഴിഞ്ഞ മാസം ഒരു ബോക്സ് മേടിച്ചിട്ട് മൂപ്പര് എന്നെ ഇപ്പോൾ നല്ല വിശ്വാസമാണ്. നമ്മൾ മൈ ലൈഫിൽ എന്ത് പ്രൊഡക്റ്റ് നമ്മൾ കഴിച്ചാലും നമ്മളെ ജീവിതം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ മരിക്കുമെങ്കിലും 2 ദിവസമെങ്കിലും നമ്മളെ ജീവിതം നീട്ടിക്കിട്ടുന്നതാണ് എനിക്ക് പൂർണ്ണ വിശ്വാസം. പല ആൾക്കാരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് പല അസുഖമായിട്ട്. നമ്മൾ അവരൊക്കെ നല്ലൊരു ചാരിറ്റി ആയിട്ട് നമ്മുടെ പൈസയൊന്നുമല്ല. ഞാൻ എപ്പോൾ ആരെ കണ്ടാലും ഇങ്ങനെ എനിക്ക് പൈസ വേണ്ടെന്നല്ല, എന്നാലും പൈസയൊന്നുമല്ല, അവര് രക്ഷപ്പെട്ടേ എന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ദൈവത്തിന്റെ കൈയൊപ്പി 100% അല്ല 101% നല്ല സൂപ്പർ പ്രൊഡക്റ്റുകളാണ്. ഒക്കെ പ്രൊഡക്റ്റിനെ പറയാന്ന് വെച്ചാൽ എനിക്ക് ഒരു ദിവസം വേണം. പക്ഷെ എങ്കിൽ സമയക്കുറവ് കാരണം ഞാൻ നിർത്തുന്നു സാറേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഇത് ക്ലിപ്പാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ തന്നത്. അൽഹംദുലില്ലാഹ് നമുക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ്. പക്ഷേ ഇത് ഇപ്പോഴുള്ളതുമല്ല, ഏകദേശം 1 മാസത്തിന് മുമ്പുള്ളതാണ് ഈ സംഭവം. അതായത് 95 ഞാൻ ഉസ്താദിന്റെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. 95 കൊടുത്ത് അദ്ദേഹം ഒരു 10-20 ദിവസമായപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ഇപ്പം അദ്ദേഹം നമ്മുടെ അടുത്ത് വിശദീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം ആ ബാക്കി കണ്ട മുഴുവനും കഴിച്ചു. അതിനുശേഷം ഞാൻ അവിടെ കൊണ്ടുപോയി, അവിടെ അപ്പുറത്ത് വേറൊരു 95 ഇരിപ്പുണ്ട്, അതും കൂടെ കൊടുത്തു. അതും കഴിച്ച് തീർന്നതിന് ശേഷം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ എടുത്തതിന് ശേഷം 1.5 മാസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ മെനഞ്ഞാന്ന് വിളിച്ചിരുന്നു പുള്ളിയെ. വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഈ കവിളിലൊക്കെ നല്ല കട്ടി പോലെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങോട്ട് മാറി. കവിളിൽ ഇങ്ങനെ ഈ പിന്നെ റേഡിയേഷൻ ചെയ്തിട്ട് കവിള് പൊട്ടി ഒലിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു, പഴുപ്പും ചോരയുമായിട്ട്. അതൊക്കെ മാറി. പിന്നെ നേരത്തെ 15 മിനിറ്റ് അദ്ദേഹം രാവിലെയും വൈകിട്ടും നടക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അൽഹംദുലില്ലാഹ് അദ്ദേഹം അരമണിക്കൂറിൽ കൂടുതൽ രാവിലെ നടക്കും, അതുപോലെ വൈകിട്ടും. അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ടായി. അൽഹംദുലില്ലാഹ് വളരെ നല്ല റിസൾട്ട്. അൽഹംദുലില്ലാഹ് അങ്ങനത്തെ നല്ല റാഹത്തായ റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതിങ്ങനെ ഞാൻ ചുമ്മാ ഉസ്താദിന്
പിന്നെ എൻ്റെ ഇതിനകത്ത് ഇങ്ങനെ ഞാൻ പരിശോധിച്ച് വന്നപ്പോൾ കിടന്നത് ഞങ്ങോട്ട് അയച്ചു തന്നത് മാത്രമേ ഉള്ളൂ. ഷമീർ മുസ്ലിയാർ നമ്മളെ ജൂനിയറായിട്ട്, ഞാൻ പഠിച്ച ദറസിൽ ജൂനിയറായിട്ട് പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തോട് നമുക്ക് ഇങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഈ സംഭവം എത്തിച്ചത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇത് വാങ്ങാനുള്ള യാതൊരു കപ്പാസിറ്റിയും ഇല്ല. ഞാനിത് മറ്റു പലരെയും കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിച്ച് എൻ്റെ ഉത്തരവാദിത്വത്തിൽ ഞാൻ കൊണ്ടുകൊടുത്തതാണ്. അദ്ദേഹത്തിന് ഇതിനകത്ത് ചിലവില്ല. പക്ഷേ എങ്കിൽ പോലും അതിന് നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഏറ്റവും വലിയ ഒരു മഹത്വം നമുക്ക് അൽഹംദുലില്ലാഹ് ഉണ്ടായി എന്ന് സന്തോഷിക്കാം. അതാണ് ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടിയിട്ട്. നമ്മളെ പരിശ്രമങ്ങൾ നടത്തുമ്പോൾ ചിലപ്പോൾ ഒക്കെ ഇച്ചിരി ഡൗൺ ആയി പോകണം. എന്ന് പറഞ്ഞാൽ ചില പ്രതികരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മാനസികമായിട്ട് ചിലപ്പോൾ ഇത്തിരി താഴോട്ടായി പോകും. എന്നാലും അൽഹംദുലില്ലാഹ് ഇടിച്ചിട്ട് നിൽക്കും, കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ദുആരൊക്കെ. അസ്സലാമു അലൈക്കും. 95 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അവരെ ഫാദർക്ക് വാങ്ങിക്കൊടുത്ത ചെറിയൊരു നമ്മളെ ഒരു ഇതിന്റെ ക്യാൻസറിന്റെ ഒരു തുടക്കം ഉണ്ടായിരുന്നു. അത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച സമയത്ത് ഡോക്ടർ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ചെറുങ്ങനെ കീമോ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ക്ഷീണവും കാര്യങ്ങളും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞു. അത് കുറേ ദിവസം ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞ് കീമോ ചെയ്യുന്നുണ്ട്. ആ അവസരത്തിലാണ് നമ്മളെ അമേസിങ് പ്രൊഡക്റ്റായ 95 എന്ന പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. കീമോ ചെയ്ത് വന്നിട്ട് ഈ ജ്യൂസ് കൊടുക്കും. അദ്ദേഹത്തിന് ക്ഷീണവും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് മറ്റുള്ള വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവരെ കാണുന്നത്. അപ്പം ഡോക്ടർ ചോദിച്ചു, ഇവർക്ക് അങ്ങനത്തെ ഞാൻ വിചാരിച്ചുകൊണ്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്നു. അപ്പൊ എന്ന് പറയുന്നത് ഡോക്ടറോട് ഞങ്ങൾ ഇങ്ങനെ ഒരു ജ്യൂസ് ഹെൽത്ത് ഡ്രിങ്ക് ഇങ്ങനെ കൊടുത്തിരുന്നു, ഞാൻ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും അത് കൊടുക്കണം എന്നാണ്. അങ്ങനെ 1-2 ബോക്സ് വാങ്ങി ഉപയോഗിച്ചു. അദ്ദേഹം ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇപ്പം നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്തുള്ള അവരെ കെയർ ഓഫിൽ 95 ഇതുപോലെ തന്നെ നല്ല കീമോ ചെയ്യുന്ന വ്യക്തി കുറെ ആയി കീമോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളായിട്ട് എത്തില്ലേ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു. ഇതിന്റെ റിസൾട്ട് കണ്ട് അവർക്ക് കൊടുത്ത സമയത്ത് ഒരു ബോട്ടിൽ വാങ്ങി ഉപയോഗിക്കുമ്പോഴേക്ക് അദ്ദേഹം ഡോക്ടർ അവരോട് പറഞ്ഞത് 1-2-3 മാക്സിമം അവർ നിൽക്കുകയാണെങ്കിൽ ഒരു 1-2 മാസം നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് എന്ത് വേണം ഭക്ഷണം കഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവാക്കിയതായിരുന്നു. കുമാരേട്ടൻ എന്ന് പറയും. അദ്ദേഹം നമ്മൾ ഹെൽത്ത് ഡ്രിങ്ക് ഉപയോഗിച്ചിട്ട് ഏകദേശം 1.5 കൊല്ലം നിന്നേക്ക്. ഇപ്പം കഴിഞ്ഞ മാസമാണ് 1.5 മാസമായി ഇപ്പം മരണപ്പെട്ടിട്ട്. 2 മാസം നിൽക്കുന്ന വ്യക്തിയാ. 95 ക്യാൻസർ പേഷ്യന്റിനായ നാത്തൂന് കൊടുത്തു. കീമോ നടന്നുകൊണ്ട് മൂന്നാമത്തെ കീമോയ്ക്ക് 95 കൊടുത്തു. 95 കൊടുത്തപ്പോ ആദ്യമൊക്കെ അവര് മടിയായിരുന്നു കഴിക്കാൻ, പേടിയായിരുന്നു എന്താണെന്നൊക്കെ. പക്ഷെ ഞങ്ങൾ നിർബന്ധിച്ച് ഞങ്ങളത് കഴിപ്പിച്ചു. അപ്പൊ അവർക്ക് നല്ല റിസൾട്ടാണ്. ഇപ്പോഴും 95 കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് എന്റെ അനിയത്തി റസീനമ്മയുടെ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവള് നല്ല ഉഷാറായിരിപ്പുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. അതുകൊണ്ട് ആ നല്ല പ്രൊഡക്റ്റ്, നല്ല അഭിപ്രായങ്ങളാണ്. കഴിഞ്ഞ ഒരു 5-8 മാസം മുമ്പ് നമ്മളെ ഒരാള് ചെറിയൊരു ക്യാൻസറുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഒരു പരിശോധനക്ക് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞത് ഒരു ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറഞ്ഞ ഒരു മരുന്ന് കഴിക്കണം. കാരണം ആ രോഗത്തിന്റെ ഒരു സാഹചര്യം അതാണ്, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് ഏകദേശം ഒരു 70,000 രൂപ, 100 മില്ലിയോ അങ്ങനെ എന്തോന്ന് പറഞ്ഞത്, 70,000 രൂപ വരും. അപ്പൊ അതിന്റെ സ്കാനിങ്ങും മരുന്നും 4 ദിവസത്തെ അഡ്മിറ്റും, ഭയങ്കര ഡേഞ്ചറായ ഒരു മരുന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അത് ഏതാണെങ്കിലും ആ സമയത്ത് അദ്ദേഹം അത് കഴിച്ചു പോന്നു. ഇനി കറക്റ്റ് 6 മാസം കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത പരിശോധന സാധ്യത ഉണ്ട്, മാറാനും സാധ്യത ഉണ്ട്, ശരീരത്തിൽ ഉണ്ടാകാനും സാധ്യത ഉണ്ട്. ഉണ്ടെങ്കിൽ അടുത്തൊരു ഓപ്പറേഷനിലേക്ക് പോകേണ്ടി വരും എന്ന ആ ഒരു വാക്ക് പറഞ്ഞു പോന്ന്. ഞാൻ പള്ളിയിൽ വന്നപ്പോൾ എന്നോട് വിഷയങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്താണ് ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡോക്ടർ എന്തേ പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾ മരുന്ന് കുടിച്ച് പോന്നതാണ്, ഇനി 6 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത ചെക്കപ്പ്. അപ്പൊ നമുക്കിത് ശരീരത്തിൽ ഇതിന്റെ ഒരു അംശം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ കൂടെ നമുക്ക് ദുആ ചെയ്യാം. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു പ്രവർത്തനം ഉണ്ട്. ഒരു 3000 റുപ്യ കൊടുത്താൽ ഒരു ചെറിയൊരു ജ്യൂസ് കിട്ടും. 95 എന്നാണ് അതിന്റെ പേര്.
അപ്പോഴും ഞാൻ പറഞ്ഞത് അത് മഞ്ചേരി മലപ്പുറത്ത് അവിടെ എവിടേക്കേ സാധനം ഉണ്ട് എന്നാ പറയുന്നത്. എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ എന്റെ മാനം കാത്തതാണ്. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പള്ളിക്കത്തെ മൂലയിൽ പറഞ്ഞ് നമ്മളെ പറ്റിച്ചു എന്നുള്ളൊരു വർത്താനം നാളെ പറയാൻ പാടില്ല എന്ന് കരുതിയിട്ട് എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട്. അങ്ങനെ ഈ സാധു ഞാനത് പറഞ്ഞ് മഞ്ചേരി നെല്ലിപ്പറമ്പ് എല്ലാ സംവിധാനം നമ്മളെ സ്റ്റോറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ഐഡിയ ഒന്നുമില്ല. അദ്ദേഹം പോയി. ഞാൻ അപ്പോഴേക്ക് ഐഡിയപരമായിട്ട് മഞ്ചേരിക്ക് വിളിച്ചു പറഞ്ഞു നമ്മളെ ഐഡിയ തന്നെ ആയിക്കോട്ടെ വാങ്ങണത് എന്ന് കരുതിയിട്ട്. അങ്ങനെ അദ്ദേഹം പോയി ഏകദേശം 5 മാസം അദ്ദേഹം അത് ഉപയോഗിച്ചു. പിന്നീട് RCCയിൽ ചെന്ന് അവർ പറഞ്ഞ ടെസ്റ്റ് നടത്തി അങ്ങനത്തെ ഒരു സംഭവേ ഡോക്ടർ ശരീരത്തിൽ ഇല്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു ചെക്കപ്പിന് വന്നാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം നമ്മളെ കൂട്ടിലങ്ങാടി പരിസരത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മളൊരു സ്നേഹിതനാണ്. അപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ ധാരാളം റിസൾട്ടുകൾ നമ്മളെ അറിവിലുണ്ട്. പിന്നെ എൻ്റെ അമ്മാവനായ എൻ്റെ ഉമ്മയുടെ ആങ്ങള ആണ് ക്യാൻസർ. ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി ഇനി 2 മാസമേ ഉള്ളൂ. വീട്ടിൽ പോയി റെസ്റ്റ് എടുത്ത് വേണ്ടിയ ഭക്ഷണമൊക്കെ നിങ്ങൾ കൊടുത്തോളി. വയറിന് എന്താ പറയാ കുടലിന് ഒന്നുമില്ല, അൾസർ കൊണ്ടെല്ലാം ഒന്നും ഇല്ലാതായി പോയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളി, അവർക്ക് ചോദിക്കുന്ന ഭക്ഷണമൊക്കെ കൊടുത്തോളി എന്നൊക്കെ പറഞ്ഞ് ഒരു മടക്കിയതാണ്. അവിടുന്ന് ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് കൊടുത്ത് 95 കൊടുത്തു. 95 കൊടുത്ത് 15 ദിവസം കഴിഞ്ഞാലും ചെറിയൊരു മാറ്റം. കീമോ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചതാണ് വീട്ടിലേക്ക്. 15 ദിവസം കഴിഞ്ഞേരം അതേ ആൾക്ക് കുറഞ്ഞൊരു മാറ്റം വന്നു. പറ്റ ക്ഷീണിച്ച അവശനായ മനുഷ്യൻ ഇപ്പം പൂർണ്ണ ആരോഗ്യത്തോടെ നല്ല മകന്റെ കല്യാണത്തിനൊക്കെ എന്താ രാഷ്ട്രീയ പ്രവർത്തകനാണ്, വെള്ളിയോത്താണ് വീട്. നല്ല ആരോഗ്യത്തോടെ ഇപ്പോഴും നല്ല ഉന്മേഷമായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ 95 കഴിച്ചിട്ടുണ്ട്. എനിക്ക് ബ്രസ്റ്റിനൊരു മുഴ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഇവിടെ എക്സ്പീരിയൻസ് പറയാനുള്ളത്. ആ മുഴയ്ക്ക് ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത് അത് ക്യാൻസറിൻ്റെ തുടക്കമാണ്. അപ്പം ഞാൻ വല്ലാതെ തളർന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഏട്ടൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ കയ്യിൽ അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്, 95 വാങ്ങി ഉപയോഗിക്കാൻ. അത് വാങ്ങി ഉപയോഗിച്ചു. 2 ബോട്ടിൽ അല്ല 2 പാക്കറ്റ് വാങ്ങി കഴിച്ചു. അതിനുശേഷം ടെസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെയൊന്നുമില്ല. 4 മാസം കൂടുമ്പോൾ ഓരോ പാക്കറ്റ് കൂടെ വാങ്ങി കഴിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ തുടരുന്നത്. ഇപ്പോൾ എനിക്ക് 58 വയസ്സായി. ഇപ്പോഴും ഞാൻ എനർജറ്റിക്കോട് കൂടി ഓടി നടക്കുന്നത് ഇതിൻ്റെ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് തന്നെയാണ്. ശിവശങ്കരൻ എന്ന് പറഞ്ഞ ആള് ഏട്ടന്റെ ഫ്രണ്ട് അമ്മന്റെ അമ്മാവന്റെ മകനാണ്. വൈഫിന് ക്യാൻസർ ആയിരുന്നു. ബ്രസ്റ്റിലും കഴകളിലും ക്യാൻസർ വന്നിട്ട് നമ്മള് 95 കഴിച്ചിട്ട് പൂർണ്ണമായിട്ടും ഭേദമായ സമയത്ത് എനിക്ക് തോന്നുന്നു 9 കീമോ എങ്ങാനും കഴിഞ്ഞിട്ട് ആ ഒരു ലെവൽ എന്താ പറയാ ഇനി അങ്ങോട്ട് ഇല്ല എന്നുള്ള ലെവലിൽ തന്നെയായിരുന്നു ആള്. പക്ഷെ നമ്മള് 95 ഒരു അസുഖം മാറും പറഞ്ഞിട്ടല്ല കൊടുത്തത്. കൗണ്ട് കൂടും, ക്ഷീണം കുറയുമെന്ന് പറഞ്ഞു കൊടുത്ത സമയത്ത് ഒരു സിപ്പപ്പ് 15 ദിവസം കൊണ്ട് 30 എണ്ണം കഴിച്ച സമയത്ത് ആള് മെല്ലെ വടി കുത്തി അകത്തോടി നടക്കാൻ തുടങ്ങിയ സമയത്ത് ശിവേട്ടൻ വിളിച്ച് വീണ്ടും പ്രതിഭ ഒന്നും കൂടി കൊണ്ടുവരി, കാരണം അവൾക്ക് കുറച്ചൊരു മാറ്റം ഉണ്ട്. പിന്നെ 2ാമത്തെ ബോട്ടിലും കൊണ്ടുകൊടുത്ത് 60 സിപ്പപ്പ് 1 മാസം കൊണ്ട് കഴിച്ച സമയത്ത് അവര് അത്യാവശ്യം മെല്ലെ എണീറ്റ് നടക്കാൻ തുടങ്ങി. പക്ഷെ RCC പോയ സമയത്ത് കീമോ ചെയ്യാത്ത ലെവലിലേക്ക് മാറി എന്നുള്ളതാണ്. പക്ഷെ ഇന്നിപ്പോ 6 മാസം തുടർച്ചയായിട്ട് നമ്മളെ ഈ ഒരു 95 കഴിച്ച് ഇന്നിപ്പം ചന്തി ഇറങ്ങി മുടി വന്ന് ആ ഒരു ആളെ കണ്ടാൽ അങ്ങനെ ഒരു അസുഖം വന്ന ഒരാളാണോ എന്ന് നമുക്ക് സംശയം ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയും ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിലുപരി ദൈവം ആയുസ്സും ആരോഗ്യം ഭൂമിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ 95 കൊണ്ട് ക്യാൻസർ മാറും എന്നുള്ളത് 101% ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അതേപോലെ തന്നെ ഒരു ബ്ലഡ് ക്യാൻസറിനും ഫീലിംഗ് ലിക്വിഡ് രക്തം ഇങ്ങനെ മാറ്റുന്ന ആളായിരുന്നു. 1 മാസത്തിൽ 2-3 തവണ രക്തം മാറ്റുന്നുണ്ടായിരുന്നു. RCC 30 ലക്ഷത്തെ ഓപ്പറേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ 95 ഫീലിംഗ് ലിക്വിഡും കൊടുത്ത് ബ്ലഡിന്റെ ക്വാളിറ്റി വർദ്ധിക്കാനുള്ള പ്രൊഡക്റ്റാണ് നമുക്കറിയാം ഫീലിംഗ് ലിക്വിഡ്. അത് കൊടുത്ത സമയത്ത് ഇന്നിപ്പോ ആള് 32 വയസ്സായിട്ടേ ഉള്ളൂ. പക്ഷെ ആ 2 പ്രൊഡക്റ്റും കൊടുത്തിട്ട് ഇന്നിപ്പം ഒരു കമ്പനിയിൽ പണിക്ക് പോവാ. അവർ നമ്മളെ കൂടെ ഉണ്ട്, TC ആവാനായിട്ടുണ്ട്. അപ്പം അവരെ വീട്ടിൽ ചെന്നാൽ എപ്പോഴും പറയാറുണ്ട്, മക്കളോട് പറയും, സനിത്ത് എന്നാണ് ആളെ പേര്, മോനെ നിന്റെ അച്ഛനെ രക്ഷിച്ച ആളാത്തത് എന്ന് പറയും. പക്ഷെ പുതിയേട്ടൻ പറയും ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, ദൈവം ഒരു നിമിത്തം മാത്രം ഉള്ളൂ ഞാൻ, പക്ഷെ അത് ദൈവം ആയുസ്സിട്ടുകൊണ്ടല്ലേ അവർക്ക് അത് കിട്ടിയ ജീവൻ. ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കേസ് വന്നത് ക്യാൻസർ ശരീരം മുഴുവൻ ബാധിച്ചു. നിങ്ങളെ എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിലെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. പിന്നെ
ശരീരം മുഴുവൻ ക്യാൻസർ ബാധിച്ചു, കോമ സ്റ്റേജിലെത്തിയ ഒരു കേസ്. അത് ഇനിയൊന്നും ചെയ്യാനല്ല, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കണം പറഞ്ഞു. വെച്ചാൽ മരിക്കാനായിട്ട് കൊണ്ടുപോയ കേസിന് എൻ്റെ അടുക്കൽ കൊണ്ടുപോകും. ഞാൻ 95 കൊടുത്തിട്ട് 3-ാമത്തെ ദിവസം ആളെ എഴുന്നേച്ചു. നാളിലേക്ക് തീറ്റിച്ചു കൊടുക്കാൻ പറഞ്ഞു, കുറേ ചോറ് തീറ്റിച്ചു കൊടുക്കാൻ പറഞ്ഞു. ആള് പിന്നെ 2 കൊല്ലത്തോളം ഒരു കുഴപ്പമില്ലാതെ, ഒരു പ്രായമുള്ള ആളാണ്, നല്ല ഉഷാറായിട്ട് ജീവിച്ചു. പിന്നെ സുഖമില്ലാതെ ആയി. പിന്നെ വന്നപ്പോൾ പറഞ്ഞു ഇനി നോക്കണ്ട, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഹലോ നമസ്കാരം, ഞാൻ പാലങ്ങാടാണ്. എൻ്റെ പേര് ലൈല, ഞാൻ പാലങ്ങാടാണ്. പിന്നെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് 10 മാസമായി. അപ്പോൾ ഈ ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം, ഞാനൊരു സുഖമില്ലാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് അതിന് കുറച്ച് പ്രൊഡക്റ്റ് കഴിച്ച് നമ്മളെ ഔഷധ മേടം എൻ്റെ മോളെ കയ്യാലെ എനിക്ക് കിട്ടി. അത് കഴിച്ചു നോക്കി. അത് കഴിച്ച് ഒരു 7 മാസം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. 7 മാസം ഓരോരോ മാസം കഴിയുന്നപ്പോൾ ഓരോരോ അസുഖം എനിക്ക് സുഖമായിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വലിയ ഔഷധ മേടവും സാഹിർ സാറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞ് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുക സുഖമായിക്കല്ലേ എന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞ് 7 മാസം നിർത്തി ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചതായിരുന്നു. ഞാൻ പഠിച്ച് ഞാൻ കഴിച്ച് എനിക്ക് എന്തെല്ലാം അസുഖമാണോ, എനിക്ക് ഒരു 4 ബുദ്ധിമുട്ടുകൾ എനിക്ക് ഇതിനാല് നല്ലവണ്ണം മാറി. എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ ഉമ്മ എൻ്റെ അനുജത്തിക്ക് ഞാൻ കൈമാറി. അതൊന്നേരൊന്നും ഞാൻ പ്രൊഡക്റ്റ് എടുത്തിട്ടില്ല. ഞാൻ ഔഷധ മേടത്തിനോട് പ്രൊഡക്റ്റ് കൊണ്ടുത്തരാൻ പറയൂ, ഓള് കൊണ്ടുത്താന്ന് അങ്ങനെ കൊടുത്തതാ. അന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു, ഇങ്ങനെ കച്ചവടം ചെയ്യുന്നു, നിങ്ങളെ മുന്നിൽ ഇങ്ങനെ വന്ന് ഇരിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. കാരണം എൻ്റെ അസുഖം അതാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഫീൽഡിൽ ഇറങ്ങാനോ നിങ്ങളെല്ലാവരുമായിട്ട് ഇങ്ങനെ സന്തോഷം പങ്കിടാനോ ഒന്നും എനിക്ക് കഴിയൂല. പക്ഷെ എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് വിചാരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിനും എൻ്റെ ശരീരത്തിനും ഭയങ്കര ഒരു വിഷമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒരു ഭർത്താവ് പറയുന്നത് എനിക്ക് കിട്ടൂല. അത്രയും ഞാനൊരു സൂക്കേടേ തരുന്ന തള്ളി നീക്കി വെച്ചൊരവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ അതെല്ലാം കഴിച്ച് എനിക്ക് മാറി. എന്റെ വാപ്പ ഒരു 86 വയസ്സായപ്പോൾ മരിച്ചുപോയി. അപ്പോ ഉണ്ടായിരുന്നു ഒപ്പം നടന്നിരുന്ന ഒരാള്. അദ്ദേഹം ഏകദേശം 72 വയസ്സ് പ്രായമുണ്ട്. ഇപ്പൊ കുറച്ച് ചെന്നിയൊക്കെ ഉള്ള ഒരാളാണ്. അയാൾക്ക് ക്യാൻസർ ആണ് എന്ന് പരസ്യമായി അനൗൺസ് ചെയ്യപ്പെടുകയും പാലിയേറ്റീവിന്റെ ആളുകൾ അവിടെ കയറി ഇറങ്ങി കുറെ മരുന്നുകൾ നിത്യം സപ്ലൈ ചെയ്ത് അവരുടെ ഒരു ഭരണത്തിന്റെ കീഴിൽ ഇതിങ്ങനെ തുടർന്ന് പോവുകയാണ് അവിടുത്തെ ജീവിതം. അങ്ങനെ അയാള് ഞാൻ ചെന്ന് നോക്കുമ്പോൾ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിന്റെ പ്രോബ്ലം ഉണ്ട്, മൂത്രം ഒഴിക്കാൻ കഴിയുന്നില്ല. അപ്പം പൈപ്പ് ഇട്ടിരിക്കുകയാണ്. പിന്നെ ഡെയിലി പനിക്കും, പിന്നെ ബാത്റൂമിൽ പോകാൻ കഴിയില്ല. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ അസ്വസ്ഥതകൾ ആൾക്കുണ്ട്. വേദന ഉണ്ട്, കടച്ചിലുണ്ട്, വയറിന് പ്രോബ്ലംസ് ഉണ്ട്. ഇതൊക്കെ ചെന്ന് ഞാൻ കണ്ടപ്പോൾ നമ്മളെ മരുന്നിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ളവർക്ക് ഞാനൊരു ധൈര്യത്തിൽ അവിടുന്ന് സംസാരിച്ചു. നിങ്ങൾക്ക് പരിചയമുള്ള ആലിക്കുട്ടിയാജിന്റെ മകൻ അബ്ദുറഹീം എന്ന് പറഞ്ഞ ആളാണ്, സാധാരണക്കാരനായ ഒരാൾ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്റെ അടുത്ത് നിങ്ങൾക്ക് പറ്റിയ ഒരു മരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പറയുന്ന അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമാണ്, അതുകൊണ്ട് വേഗം മരുന്ന് കൊണ്ടുപോവാ. ഞാൻ പെട്ടെന്ന് 95 ഓർഡർ ചെയ്ത് കൊണ്ടേ കൊടുത്തു. അത് കഴിച്ച് അത് റബീഉൽ അവ്വൽ 1-ാം തീയതിയാണ് അവർ സ്റ്റാർട്ട് ചെയ്തതെന്ന് എന്റെ ഓർമ്മ, അല്ലെങ്കിൽ ഒരു 4-5 ആയിട്ടുണ്ടാവും. റബീഉൽ അവ്വൽ 10-12 ആയപ്പോഴേക്കും അന്ന് ഞങ്ങൾ ഇവിടുത്തെ പ്രോഗ്രാം ഒക്കെയാണ്. അന്ന് അവരുടെ മക്കൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വാപ്പക്ക് നല്ല സുഖമുണ്ട്, പിന്നെ ഇനി എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, വേറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ പിന്നെ പാലിയേറ്റീവുകാർ തരുന്ന മരുന്ന് കഴിക്കണ്ടോ ചോദിച്ചു. ഇല്ല, ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിക്കുന്നേ ഇല്ല. അന്ന് നിങ്ങളുടെ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ മറ്റെല്ലാ മരുന്നുകളും നിർത്തി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, പിന്നെ ഞങ്ങൾ അങ്ങനെ നിർത്തി വെച്ചത്. അതല്ല, ഒരു മരുന്നേ നടക്കുള്ളൂ, എല്ലാം കൂടി നടക്കൂല. ബാപ്പാനെ ഇന്ന് മോചനം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് യൂസ് ചെയ്യണത് തന്നെ എന്ന് മറുപടി പറഞ്ഞു. ഇപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയാൾക്ക് സുഖമാണ്. അയാൾ സ്വന്തം എഴുന്നേൽക്കും, ബെഡിൽ നിന്ന് നേരത്തെ എഴുന്നേൽക്കുമായിരുന്നില്ല. അദ്ദേഹത്തെ സ്ഥിരമായി പനി ഉണ്ടായിരുന്നു, ഇപ്പൊ പനിയില്ല. അദ്ദേഹത്തിന്റെ പ്രോസ്റ്റേറ്റിന്റെ അസുഖം മാറി. ഇപ്പോ പിന്നെ മൂത്രത്തിന് പൈപ്പൊക്കെ ഇട്ട് ഒഴിവാക്കി. അങ്ങനെ നല്ലൊരു അവസ്ഥയിലാണ്. ഇങ്ങനെ എന്റെ പരിസരത്തുള്ള എന്നെ അറിയുന്ന ആളുകൾക്ക് ഞാൻ ഇത്തരം കുറെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുകയും അവർക്കൊക്കെ ഇതിന്റെ ഗുണഫലം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോന്നും നിരത്തി പറയാനുള്ള ഒരു അനുയോജ്യമായ സമയമല്ലല്ലോ. ഞാൻ 95 കൊടുത്തിരുന്നു എന്റെ സ്നേഹിതന്. അവര് ഫിജി കാർഡിൽ വർക്ക് ചെയ്ത ആളായിരുന്നു. അതുകൊണ്ട് അവര് എന്ത് ചെയ്തെന്ന് അറിയാം, കാറൊക്കെ അച്ചീവ് ചെയ്ത ആളാണ്.
അവിടെ അവരിവിടെ വന്നിട്ട് എൻ്റെ സ്നേഹിതന്റെ അളിയന് രണ്ടാം കൂടി വന്ന അളിയന്റെ ഉപ്പായിരുന്നു ഓളെ ഉപ്പ ഇവിടെ വന്നിട്ട് നമ്മളിവിടെ റഷീദ് സാറും ഞാനും സാബി സാറും കൂടി സംസാരിച്ച സമയത്ത് അവര് പറഞ്ഞ് ഇത് നമ്മളെന്തോ ആളെ കൂട്ടി പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാന്ന് പറഞ്ഞു. അവര് ഇവിടുന്ന് പോയി. പിന്നെ ഞാൻ പറഞ്ഞ് ഓളെ എന്റെ സ്നേഹിതനും വൈഫും കൂടി പിന്നെ വന്നപ്പോ ഒരു ദിവസം പറഞ്ഞ് ഇനി എനിക്ക് പൈസ തരണമില്ല. കാരണം ലൈലത്താത്തനെ ഞാൻ വിളിച്ച് ലൈലത്താത്ത എന്നോട് പറഞ്ഞ മോനെ ഇനി ധൈര്യമായിട്ട് ഇനി കൊടുത്തോ, ഈ റിസൾട്ട് ഉണ്ടാവുന്ന ഉറപ്പായിന്ന്. ഞാൻ എന്റെ ആ ഉറപ്പിൽ ഞാൻ എന്ത് ചെയ്ത് ഈ സാധനം കൊണ്ടുപോയി എനിക്ക് പൈസ തന്നില്ലെങ്കിലും വേണ്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ 5 ദിവസം കഴിച്ചതിന് ശേഷം മിനിയാന്ന് വിളിച്ചതിനോട് പറഞ്ഞ് എന്റെ അമ്മോച്ചന് വണ്ടിമ കയറി അങ്ങാടിയൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിരുന്നു. അത്രക്കും നല്ല റിസൾട്ട് ഉള്ള എല്ലാത്തിനും നല്ല റിസൾട്ട് ഉള്ള സംഗതി നമ്മളെ എല്ലാ പ്രൊഡക്റ്റുകളും. ഇപ്പൊ എന്റെ ഉമ്മാക്ക് ഇപ്പൊ ഒരു 1.5 വർഷം മുമ്പ് ഒരു ട്യൂമർ വന്നു, വയറ്റിനുള്ളിൽ കുടലിൽ ട്യൂമർ വന്നു. അങ്ങനെ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കീമോ ഒക്കെ ചെയ്ത് പറ്റ ക്ഷീണിച്ച് തളർന്ന് വീട്ടിൽ കിടപ്പിലായി. അപ്പൊ എല്ലാവരും ഭയപ്പെട്ടൊരു സമയം കൂടിയായിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാൻ വയ്യ. അങ്ങനത്തെ രീതിയിൽ വന്ന സമയത്ത് ഞാൻ ബൈസാം സാറിനോട് ചോദിച്ചിട്ട് നമ്മളെ 95 കൊടുത്തു. 95 ഒരു 3 മാസം കണ്ടിന്യൂ ആയിട്ട് കഴിച്ച സമയത്ത് ഉമ്മക്കാര് 65-67 വയസ്സ് പ്രായമുള്ളൂ. പക്ഷെ മുമ്പ് നല്ല ആരോഗ്യമുള്ള ആളാണ്, എല്ലാ ജോലിയും ചെയ്തിരുന്ന ആളാണ്. പക്ഷെ അസുഖം വന്നപ്പോൾ പറ്റ കിടപ്പിലായി. എന്തായിരുന്നാലും ഈ 3 മാസം നമ്മൾ 95 കൊടുത്ത സമയത്ത് ഉമ്മ പഴയ പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി, പിന്നെ ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടി. ഇപ്പൊ ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ. എല്ലാ വീട്ടുപണികളും ഉമ്മ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എൻ്റെ കസിനായ എൻ്റെ എളാപ്പാന്റെ ഭാര്യക്ക് ഒരു വയറ്റില് ക്യാൻസറിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അതിങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ കുറച്ച് വൈകിയാണ് ഞാൻ അറിഞ്ഞത്. കാരണം ഇതിന് ഈ ഒരു അസുഖം കൂടുതൽ ആരും അറിയിക്കാത്തൊരു അവസ്ഥയിലാണല്ലോ സർവ്വസാധാരണ ഉണ്ടാവാറ്. അപ്പൊ അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ എന്നെങ്ങനെ എളാപ്പാനോയും പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു. ഒരു പ്രൊഡക്റ്റ് ഉണ്ട് നമ്മുടെ കമ്പനിയിൽ, ഇങ്ങനെ ഒരു നല്ല റിസൾട്ട് ഉള്ള 9 ലക്ഷം റാക്ക് വാല്യൂ ഉള്ള 95 എന്നൊരു ജ്യൂസ് ഉണ്ട്. അത് ഹെൽത്ത് ഡ്രിങ്ക് ആണ്, ഇങ്ങനെ ബെറിപ്പഴങ്ങളുടെ സത്താണ്, അതൊന്ന് കൊടുത്തു നോക്കിയും നമുക്ക് അതിന് റിലീഫ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആദ്യം അവരതിന് ഒരു അനുകൂല നിലപാടല്ല സ്വീകരിച്ചത്. എങ്കിൽ കൂടി എന്റെ നിർബന്ധത്തിന് അനുസരിച്ച് അവര് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങി കഴിക്കാൻ തീരുമാനിച്ചു. ആ പ്രൊഡക്റ്റ് വാങ്ങി കഴിച്ചപ്പോ ഫസ്റ്റ് എന്നെ കൊടുത്തപ്പോ എന്നോട് പറഞ്ഞത് അങ്ങനെ കുടിക്കാൻ കൂട്ടാക്കണില്ല, കുടിക്കാൻ ഒമിറ്റ് വരികയാണ്, ഛർദ്ദിക്കാൻ വരികയാണ്. അതുകൊണ്ട് അതിന്റെ ഒരു ഫസ്റ്റ് ആദ്യം കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു റിസൾട്ട് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളത് കുറേശ്ശെ കൊടുക്കുകയും ഒരു 2-3 തവണയായിട്ട് കുറേശ്ശെ ആയിട്ട് കൊടുത്താൽ മതി, അത് ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 2 പ്രാവശ്യമായി കൊടുത്തു. അപ്പോ അത് കൊടുത്ത ഉടനെ വലിയ കുഴപ്പമില്ലാതെ രീതിയിൽ വന്നു. വീണ്ടും ഫുള്ളായി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഫുള്ളായി കൊടുത്ത സമയത്ത് ഇവർക്ക് തന്നെ അവിശ്വസനീയമായ രീതിയിലുള്ള റിസൾട്ടാണ് പിന്നെ വന്നത്. പിന്നെ ഈ കീമോ കഴിഞ്ഞ ആൾക്ക് മറ്റേ വീട്ടിലെ എല്ലാ വർക്കും ചെയ്യാനുള്ള ഒരു അവസരം, ഒരു സ്ട്രെങ്ത് ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. അവരെന്റെ അടുത്ത് പറഞ്ഞത്, ഒരു ബോട്ടിൽ കഴിഞ്ഞ ഉടനെ വന്ന് പറഞ്ഞത്, ഈ ഒരു പ്രൊഡക്റ്റ് അവരെ മാവൻ പറഞ്ഞത്, ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കോഴിക്കോട് RCCയിൽ പോയിട്ട് കംപ്ലീറ്റ് പരിചയപ്പെടുത്തും എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു വേദനയെ ശമിപ്പിക്കുന്ന ഒരു റിസൾട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, അമേസിംഗ് പ്രൊഡക്റ്റ് എല്ലാവരെയും പരിചയപ്പെടുത്തുന്ന പറഞ്ഞത്. ഈ ഒരു 3 ബോട്ടിൽ പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് ഇന്ന് അൽഹംദുലില്ലാ എന്റെ ചെറിയമ്മ നല്ല ആരോഗ്യത്തോടെ വീട്ടിലിരിക്കുന്നുണ്ട്. വയനാട്ടിലുള്ള എന്റെ ഫ്രണ്ടിന്റെ വൈഫിന്റെ അമ്മക്കാണ് ക്യാൻസർ ആയിരുന്നു. കാലിൽ നീര് വന്ന ഡോക്ടറെ കാണിച്ച സമയത്ത്, വയനാട്ടിലെ ഹോസ്പിറ്റലിൽ കാണിച്ച സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പറഞ്ഞതാണ്. അവിടുന്ന് ക്യാൻസർ സെന്ററിലേക്ക് റെക്കമെൻഡ് ചെയ്ത് അവിടെ പോയി കാണിച്ച സമയത്ത് കീമോ ചെയ്യണമെന്ന് പറഞ്ഞത്. ആ സമയത്ത് കീമോ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പേടി കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, കടന്ന സ്ഥിതിയിലാണ്, ചെയ്യാനും അറിയാനും പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് ആംബുലൻസിലാണ് വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്നതിന് ശേഷം വേദനയുടെ ഗുളിക മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വേദനയുടെ ഗുളിക, നീരിന്റെ ഗുളിക, അതുപോലെ പാരസെറ്റമോളാണ് കൊടുത്തോണ്ടുന്നത്. അപ്പൊ ഞാൻ ഈ ഫോണിൽ ബ്രോഡ്കാസ്റ്റില് ഓരോ പ്രൊഡക്റ്റിന്റെ സാധനം ഇങ്ങനെ ഇട്ടുകൊടുക്കുന്ന സമയത്താണ് ഈ എന്റെ ഫ്രണ്ട് ഇത് കണ്ടത്. 95 കൊണ്ട് ക്യാൻസർ മാറിയിട്ടുണ്ട് എന്നുള്ളൊരു റിസൾട്ട്. അപ്പൊ അത് കണ്ടേച്ചാൽ എന്നോട് പറഞ്ഞത്, അമ്മ ഭാര്യയുടെ അമ്മക്ക് ഈ ഒരു അവസരമുണ്ട്, നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവും. വയനാട്ടിൽ നമുക്ക് കൊടുക്കാൻ നല്ല റിസൾട്ടാണ്, ഇവിടെ ധൈര്യപ്പെട്ട് കൊടുത്തോ, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഭാര്യനോട് പറഞ്ഞു. അതിനുശേഷം അത് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച സംബന്ധിച്ചാല് ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, തിരിഞ്ഞോ പറഞ്ഞാൽ കിടക്കാൻ പറ്റുന്ന ഫീലല്ല ഉണ്ടായിരുന്നത്.
അപ്പോ നമ്മുടെ പ്രൊഡക്റ്റ് കഴിച്ച് 9 ദിവസം കൊണ്ട് അവര് തിരിഞ്ഞും മാറി കിടക്കാൻ തുടങ്ങിയതാണ് വലിയ റിസൾട്ട്. 10ാമത്തെ ദിവസം നോക്കുമ്പോൾ എഴുന്നേറ്റിരുന്ന് ഒരു കുഴപ്പമില്ല, സംസാരിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. അപ്പൊ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പൊ ആ സമയത്ത് ഒരു ആഴ്ച കൂടുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വന്നിട്ട് നീര് കുത്തിയെടുക്കും. അതായത് വയറിലാണ് ക്യാൻസർ ഉണ്ടായിരുന്നത്. ആ ക്യാൻസറിന്റെ പ്രശ്നങ്ങളുണ്ട്, ഗർഭാശയത്തിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ 5 ലിറ്റർ വരെ നീര് കുത്തിയെടുത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഇപ്പോ നീരോ കാര്യങ്ങളോ ഒന്നുമല്ല, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നല്ല രീതിയിൽ വർത്തമാനം പറയുന്നുണ്ട്, തിരിഞ്ഞു പറഞ്ഞ് കിടക്കുന്നുണ്ട്, എഴുന്നേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി കുളിച്ച സമയത്ത് പറഞ്ഞു വെച്ചാല് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഭയങ്കര സാധാരണ രീതിയിൽ ബാത്റൂമിൽ പോകുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്രയും വലിയ റിസൾട്ടാണ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കാൻ കാരണം എനിക്ക് പ്രചോദനം വന്നത് ലേട്ടന് ഈ മരുന്ന് കൊടുത്തുകൊണ്ടാണ്. കാരണം ക്യാൻസർ രോഗം വന്നു 4ാം സ്റ്റേജിൽ നിൽക്കുന്ന അവസരത്തിലാണ് ഡോക്ടർ പറഞ്ഞത് ഇനി ഇങ്ങോട്ട് വരാം, നിങ്ങൾ വേണ്ട എൻ്റെ ചോദിക്കുന്നതൊക്കെ കൊടുത്തോളൂ. അങ്ങനെ കൊടുത്തോളൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ മരുന്ന് അതിൻ്റെ കൊടുക്കൽ. ഇത് 2 മാസം കൊടുത്തതിന് ശേഷം നേരത്തെ വളരെ വന്നു. പിന്നീട് ഡോക്ടറെ കാണിക്കാൻ ആൾ സ്കാൻ ചെയ്തപ്പോൾ ആൾ ചോദിച്ചത് നിങ്ങൾ വേറെന്തോ മരുന്ന് കൊടുക്കുന്നുണ്ടോ. അപ്പൊ ആ ഡെവലപ്മെന്റ് വന്നതിന് ശേഷമാണ് അപ്പൊ ഈ മരുന്ന് കഴിച്ചതിന് ശേഷം ആ പ്രതിരോധശക്തി ശരീരത്തിലുണ്ടായി. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ മരുന്ന്, എനിക്ക് ക്യാൻസർ ഒന്നും ഇല്ല, എനിക്ക് അതുണ്ടോ ഏതായാലും അതിനുള്ള ഈ മരുന്ന് ഞാൻ കൊണ്ട് കഴിക്കുന്നുണ്ട്. ഇതുവരെ ഗുണമുണ്ട്.